നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ലേഡീസ് ആൻഡ് ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം സ്റ്റൈൽ പ്ലേസിലെ നെയിൽ ആർട്ട് വില്ലയിലാണ്. നമ്മോടൊപ്പം രാഖി മാം ആണ് ഉള്ളത്. വെൽക്കം ടു ദ ഷോ മാം. സോ ഇന്ന് നമ്മൾ എന്ത് നെയിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്? സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 90 കാറ്റായി ജെൽ പോളിഷ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ട്രെൻഡിൽ തന്നെ ഒരു 3 months ബാക്ക് നോക്കുകയാണെങ്കിൽ 3D to 5D വരെ ആയിരുന്നു അപ്ഡേഷൻ ഉണ്ടായിരുന്നതുള്ളത്. സോ റീസെൻ്റ്ലി 9D ആപ്ലിക്കേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മെത്തേഡാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ലൈക്ക് 6 to 7 കൈൻഡ് ഓഫ് റേഞ്ചിലെ കളേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മളൊരു ബ്ലാക്ക് ബേസിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ക്യൂട്ടിക്കിളൊക്കെ കട്ട് ചെയ്ത് ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരു നെയിൽസ് ആണിത്. സോ നമുക്ക് മാമിൻ്റെ കയ്യിൽ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മളൊരു ബേസ് കോട്ട് ഇടുക, ദെൻ അത് ക്യൂർ ചെയ്യണം, ദെൻ ഒരു ബ്ലാക്ക് ജെൽ പോളിഷ് ഇടണം. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ജെൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പം ജെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജെൽ ബേസ് കോട്ടാണ്. സോ ഈ ഒരു ബേസ് കോട്ട് നമ്മൾ എടുത്തിട്ട് ഈ ഒരു നെയിൽ ആർട്ടിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് മാം? ലൈക്ക് ഇതൊരു ഇപ്പം നമ്മൾ ചില ക്ലയൻസ് വരുന്ന ടൈമിൽ കസ്റ്റമേഴ്സിന് ടൈം കാണില്ല. ലൈക്ക് അവർ ഭയങ്കര റഷായിരിക്കും, എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ ആ ഒരു ഇതിലായിരിക്കും അവർ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ടൈമിൽ കസ്റ്റമേഴ്സ് ചോദിക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെയിൽ ആർട്ട്. സോ അങ്ങനെയുള്ളവർക്കുള്ള സർവീസസ് ആണിത്. ലൈക്ക് ഗ്ലിറ്ററി ഓർ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിരിക്കും. അത് മാത്രമല്ല കുറച്ചൊരു എംബോസിങ് ഡിസൈൻ സ്റ്റൈൽസ് ഉണ്ടാവും ഇതിന്. സോ ഇങ്ങനെയുള്ള നെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ടൈം ഒരുപാട് എടുക്കാത്ത കുറച്ച് എടുക്കാത്ത നെയിൽ ആർട്ടിലുള്ള ഒരു പ്രോസസ്സാണ്, അത് കാറ്റഗറിയാണിത്. സോ നമ്മളിപ്പം ഈ ഒരു 5 വിരലിലും നമ്മൾ ജെല്ലിൻ്റെ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ സ്കിന്നിൽ ടച്ച് ആവാൻ പാടില്ല. ബിക്കോസ് സ്കിന്നിൽ ടച്ച് ആയാൽ അത് കുറച്ചൊരു UV-യിൽ വെക്കുന്ന ടൈമിൽ കുറച്ചൊരു ചൂടുണ്ടാവും, കയ്യിൽ സ്കിന്നിൽ തട്ടും. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ സ്കിൻ. സോ നമ്മളിപ്പം ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം 60 seconds ക്യൂർ ചെയ്യാനായിട്ട് UV-യിലേക്ക് ഫിക്സ് ചെയ്യാം. സോ നമുക്കിപ്പം 60 seconds ക്യൂർ ആയിട്ടുണ്ട്. ഈ ഒരു ക്യൂർ ആയ നെയിൽസിലിനി നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും. സോ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഒരു ബ്ലാക്ക് ബേസ് കോട്ട് ഇടുകയാണ്. സോ ഇതിന്റെ പേരെന്താ? കാറ്റായി 90 കാറ്റായി പോളിഷ്. പേര് തന്നെ സെക്സി ആയിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ ഒരു ബേസ് കോട്ട് ആദ്യം ബ്ലാക്ക് അപ്ലൈ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് സൈഡിലൊന്നും ടച്ച് ആവാത്ത രീതിയിൽ. സോ ഇതിന് നമ്മൾ എക്സ്റ്റൻഷൻ്റെ അതിൻ്റെ ആവശ്യം വരില്ല. നമ്മുടെ നാച്ചുറൽ നെയിൽസിലാണ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ പ്രിഫറൻസ് വന്ന് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. അതെ, അല്ല എക്സ്റ്റൻഷനിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി ടൈം ആകും. ബിക്കോസ് എക്സ്റ്റൻഷൻ കഴിഞ്ഞതിന് ശേഷമല്ല നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് മോർ ദാൻ ഈ ഒരു ഫിനിഷ് നമ്മൾ നാച്ചുറൽ കുറച്ച് ലെങ്ത് ഉള്ള നെയിൽസിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എംബോസിങ് ലുക്ക് കിട്ടും നമുക്ക്. ജെൽസ് സൈഡിൽ എവിടെയെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്ത് തന്നെ പോകും. മാം, സോ ഈ ഒരു ബ്ലാക്ക് കാറ്റായി അല്ലാണ്ട് നമുക്ക് കുറച്ച് സമയത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് നെയിൽ ആർട്ടാണ് ഉള്ളത്? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാമ്പിംഗ് മെത്തേഡ്സ്. ദെൻ ക്രോം ആപ്ലിക്കേഷൻസ് എല്ലാം ടൈം ഒരുപാട് എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആണ്. ആൻഡ് ഡെക്കൽ ഫിക്സിംഗ് മെത്തേഡ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാറ്റായുടെ ജെൽ ബോൾസ് വെച്ചിട്ട് ഇത് കവറപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തെടുക്കുകയാണ്.
സോ ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു കൈ ഫിനിഷ് ആവാറല്ലേ? അതെ. ഓക്കെ മാം, സോ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയല്ലേ? സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ വന്ന് നമ്മുടെ കസ്റ്റമറുടെ പ്രിഫറൻസ് ആണോ അല്ല നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുമോ? അല്ല, കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ലൈക്ക് അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡിസൈൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റയിൽ ആ ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. സോ പുള്ളിക്കാരി ഇപ്പോൾ എന്ത് ഡിസൈനാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്? സോ ഇപ്പോൾ മാം പറഞ്ഞിരിക്കുന്നത് സ്ട്രൈപ്സ് ആണ്. കൈൻഡ് ഓഫ് പല സ്ട്രൈപ്സ് ആണ് നമ്മുടെ കയ്യിലേക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, പല ആംഗിൾസിൽ നിന്ന് വരുന്ന സ്ട്രൈപ്സ്. ഇത് നമുക്കൊരു 1 month ഒക്കെ സെയിം ആണ്, നമ്മളുടെ എക്സ്റ്റൻഷനും ഇതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതെ, ജെൽസ് എങ്ങനെയായാലും ഒരു 2 weeks to 1 month സ്റ്റേ ചെയ്യും. ഓക്കെ. നമ്മൾ ഈവൻ ദോ നമ്മൾ ഡെയിലി യൂസ് എവറി ഡേ. അതെ, ബിക്കോസ് ഇത് നമ്മൾ ചെയ്താലും ബിക്കോസ് നമ്മളിത് ക്യൂർ ചെയ്യുന്നതാണല്ലോ. സോ ഇതിൻ്റെയും ഡ്യൂറബിലിറ്റി കൂടുതലാണ് ജെൽസിന്. നോർമൽ പോളിഷിൽ നിന്ന് ഇത് ഡിഫറെൻ്റ് ആക്കുന്നതേ അതുകൊണ്ടാണ്. ഓ വാവ്. ഓ, സോ മിനിമം എങ്ങനെയായാലും ഒരു 1 month പോകും അല്ലേ? അതെ, മിനിമം അല്ല മാക്സിമം. ഓക്കെ. ഇതിലെ ഡ്യൂറബിലിറ്റി എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ലൈക്ക് നമുക്ക് ഒരുപാട് ഡയറക്റ്റ് വാട്ടർ അങ്ങനെയുള്ള കോണ്ടാക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2 weeks ഒക്കെ കഴിയുമ്പം ചിപ്പ് ഓഫ് ആവാൻ തുടങ്ങും. യൂഷ്വലി നമ്മൾ ഒരുപാട് അങ്ങനെ ഇപ്പം യൂട്ടൻസിൽസ് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ കഴുകി അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ് സ്റ്റേസ് അപ് ടു 1 month. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിപ്പ് ഓഫ് ആവും. ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് ജെൽ ഓർ എക്സ്റ്റൻഷൻ വാട്ടവർ എന്ത് പ്രോസസ് ആണെങ്കിലും നമ്മളുടെ മെയിൻറ്റെയിൻ, അതായത് കസ്റ്റമർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ച്. ഓക്കെ മാം. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി നമ്മൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കാറ്റായി ജെൽ പോളിഷ് ഇതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യണം. ഓക്കെ. പീകോക്ക് ക്രൗൺ കളേഴ്സ് പോലെ ആയിരിക്കും. സോ ഇതൊരു നമുക്കൊരു മൾട്ടി കളർ ഫിനിഷ് ആയിരിക്കും കൈക്ക് തരുന്നത്. ഫസ്റ്റ് തം ഫിംഗറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ ജനറൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? തം ഫിംഗറിൽ നിന്ന്? അതെ. ഇവിടെ മാം ബ്രൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ഒക്കെ ലൈക്ക് പ്രിഫറൻസ് എന്താണ്? കൂടുതലും അവർ സ്റ്റോൺസ് കുറച്ച് ഹെവി വർക്ക്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് കുറച്ചും കൂടെ ആ ഒരു ഡേയിൽ കുറച്ചും കൂടെ അവരുടെ ബ്രൈഡൽ അറ്റയറിൽ കുറച്ച് കൂടുതൽ എക്സ്പോഷ്യർ എന്നുള്ള ഒരു ഇതിൽ മോർ ദാൻ സ്റ്റോൺ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ തന്നെ എൻക്യാപ്സുലേഷൻസ് ബ്രൈഡ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അൾട്രാ ക്രോംസ് ലൈക്ക് അങ്ങനെയുള്ള ക്രോം പൗഡേഴ്സിൽ വെച്ചിട്ട് എൻക്യാപ്സുലേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ തീമാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൈഡ്സിന് എന്താണോ ഡ്രസ്സ് അവർക്കുള്ളത് നമ്മൾ അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്താണ് കൂടുതലും ചെയ്യാറുള്ളത്. അവർക്ക് ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഡിസൈൻസ് മതി, ഇതിനനുസരിച്ച് ഇന്ന ഡ്രസ്സിനനുസരിച്ചുള്ളത് മതി എന്നുള്ളത്. സോ നമ്മൾ അതിനനുസരിച്ചായിരിക്കും കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുക്കുന്നത്. പോളിഷ് അപ്ലൈ ചെയ്തിട്ട് നമ്മളിനി ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് മാമിനിപ്പം ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് വേണമെന്ന് പറഞ്ഞത്. സോ നമുക്ക് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. ഇത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ഷൈൻ ഉണ്ട്. ഐ ആം ഷുവർ ലൈക്ക് നന്നായിട്ട് വരും. സോ നമ്മളിപ്പം ഇതിൽ 90 ആയതുകൊണ്ട് തന്നെ ദിസ് വിൽ ഗീവ് 2 kind of shades. ഇതിൽ തന്നെ ഒരു മൾട്ടി കളർ ഡബിൾ ഷെയ്ഡ് ഇപ്പം തന്നെ കാണുന്നുണ്ട്. സോ ഇനി നമ്മളിത് ക്യൂർ ചെയ്യാൻ വെക്കാം. സോ 1 by 1 ആയിട്ടാണ് ഇത് ക്യൂർ ചെയ്യാൻ വെക്കുന്നത്. ബിക്കോസ് ഇത് കുറച്ച് ടൈം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ മെൽറ്റ് ആവാൻ തുടങ്ങും. സോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കും. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് തന്നെ ക്യൂറിങ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. സോ ഇപ്പം നമ്മൾ മാമിൻ്റെ തം ഫിംഗറിൽ ചെയ്തേക്കുന്നത് ഒരു പീകോക്ക് കളറാണ്. ഇനി നമ്മൾ മറ്റൊരു കളർ ജസ്റ്റ് ലൈക്ക് നമുക്ക് കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ ഒരു എംബോസ്ഡ് ലുക്ക് വരും. ദെൻ ഒരു ഹൈ ഫിനിഷ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ഫിംഗേഴ്സിലും ഇത് ചെയ്തതിന് ശേഷം അതെ, റിമൈനിങ് നമ്മൾ വീണ്ടും ടോപ്പ് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സീൽ ചെയ്ത്. സോ ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇത് വന്ന് നമ്മളുടെ ഒരു 9D കാറ്റായി
സോ എനിക്ക് തോന്നുന്നു നമ്മളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നാൽ പെട്ടെന്ന്, അതായത് നമുക്കൊരു വെഡ്ഡിങ്ങിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാനും നമുക്ക് പെട്ടെന്ന് ചെയ്യണം, നമുക്ക് ടൈം വളരെ കുറവായിട്ട് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഈ ഒരു 90 കാറ്റായി ലുക്ക് ചെയ്തിട്ട് പോകാല്ലേ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വേറെ ഒരു സ്ഥലത്തും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളാണ് ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിൽ ഫസ്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവന്നത്. ഇൻഫാക്ട് കേരളത്തിൽ തന്നെ 90 പോളിഷസ് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇതുവരെ വേറൊരു നെയിൽ ആർട്ട് വില്ലേജ്. ഓക്കെ, ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു നോ. ആൻഡ് മാം, ലൈക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാം. ലൈക്ക് ഹൗ ഡസ് ഇറ്റ് ഫീൽ ലൈക്ക്? I'm really loving it. വളരെ നന്നായിട്ടുണ്ട്. It's got multiple colors and it will suit evening party dressന്. It's going to suit and നമുക്കിപ്പോൾ cat's eye ഞാൻ ചോദിച്ചു right to left, എനിക്ക് right to left ചെയ്തിട്ടുണ്ട്. Raki has done a straight and from left to right എല്ലാം ചെയ്ത്. I just like the multi colors. അതെ, അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ പറയാ ലോങ് നെയിൽസിന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ഷോർട്ട് നെയിൽസിലും ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കസ്റ്റമറുടെ പ്രിഫറൻസ് പോലെ ഷോർട്ട് നെയിൽസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെയിൽ ആർട്ടാണ്. ബ്യൂട്ടി സെഗ്മെന്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.